ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായിട്ട് ആയിരിക്കാം. നമ്മളെ പ്രാരംഭമായിട്ട് കേൾപ്പിച്ചതുപോലെ നമ്മുടെ മധ്യത്തിൽ കർത്തൃമേശയുണ്ട്. അതിൽ പങ്കാളിയാകാൻ തക്കവണ്ണം കർത്താവിൻ്റെ വലിയ കാരുണ്യം നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് കാണിച്ചു. നമ്മൾ ആ നിലയിൽ നന്ദിയുള്ളവരായിട്ട് ദൈവമുമ്പാകെ നമുക്കായിരിക്കാം. ഒരു കാലത്ത് നമുക്ക് ഇതിനൊന്നും ഒരു യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്തു നിന്ന് കർത്താവ് തന്റെ സ്നേഹത്താൽ നമ്മളെ വിളിച്ചു. കർത്താവ് തന്റെ സ്വന്തം ജീവനെ തന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലോ. അതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ആ ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കും. മാത്രമല്ല, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു വലിയ കർത്താവ് കൂടെ ഇരിക്കുന്ന ഒരു വലിയ സംരക്ഷണം തന്ന, അല്ലെങ്കിൽ വലിയ ആ ദൂതന്മാരെ ദൈവം നമ്മുടെ സംരക്ഷണത്തിനായിട്ട് തന്ന് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കും. അപ്പൊ നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം. ഭൂമിയിൽ നമ്മൾ ഇത്ര വലിയൊരു സെക്യൂരിറ്റിയോടുകൂടിയാണ് ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തോടെ നമുക്ക് ദൈവസേനയിലായിരിക്കാം. അത് അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിച്ചത് നമുക്കറിയാം. ദൈവത്തിന്റെ കർത്താവ് കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിച്ചതെന്നൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. കൃപ നമ്മൾ അർഹിക്കപ്പെടാത്ത ഒരു ദാനം നമുക്ക് കർത്താവ് നമ്മളെ മുൻകണ്ടിരുന്നു. തക്ക സമയത്ത് അത് നമുക്ക് തന്നു. എന്നാൽ ആ കൃപയാലുള്ള രക്ഷ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായത് നമ്മുടെ ഒരു അനുമതിയോടുകൂടെ തന്നെയാണ്. അല്ലാതെ യാദൃശ്യമായിട്ട് ഇത് തന്നു നമ്മൾ അങ്ങനെ ആയി എന്നുള്ളതല്ല. നമ്മൾ ഇതിനോട് ഈ കൃപയാലുള്ള രക്ഷ നമ്മൾ സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരായത് എന്നുള്ളതായ ഒരു വലിയ സത്യം നമ്മൾ ഗ്രഹിക്കണം. ആ നിലയിൽ നമ്മുടെ അനുവാദത്തോടുകൂടി കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് ഈ രക്ഷാദാനം തന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം. നമ്മുടെ മനസ്സ് അതുപോലെ തുടർന്ന് ദൈവ താല്പര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ജീവിച്ചാലേ തുടർന്ന് നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളെ വഴി നടത്തുകയുള്ളൂ. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നമുക്കറിയാം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലവിധമായ ലോകര് പല നിലയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് അല്ലെ കർത്താവിന്റെ രക്ഷാദാനം സ്വീകരിച്ച് കർത്താവിന്റെ ശിഷ്യരായ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ആ കർത്താവിന്റെ കാര്യങ്ങളിൽ കർത്താവിന്റെ മനസ്സിനൊത്തവണ്ണം അതിൽ നമ്മൾ താല്പര്യമുള്ളവരായിരിക്കും. അല്ലാതെ നമ്മുടെ സ്വയ താല്പര്യങ്ങളിൽ നിന്ന് അപ്പുറമായിട്ട് നമുക്ക് പലപ്പോഴും മാനുഷികമായിട്ട് പല താല്പര്യങ്ങൾ വരാം. എന്നാൽ അതൊരിക്കലും ദൈവിക താല്പര്യങ്ങളെ അതിജീവിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് നമ്മൾ പോകണം. പത്രോസിന്റെ ഒരു ഉദാഹരണം എപ്പോഴും നമുക്കറിയാം. പത്രോസിനോട് കർത്താവിന് താല്പര്യമായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിൽ ജയിക്കുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പത്രോസിനെ അതിനായിട്ട് ദൈവം പ്രധാനിയായിട്ട് കണ്ടു. അപ്പോൾ പത്രോസിന്റെ ജീവിതത്തെ കണ്ടാണ് കർത്താവ് അത് കൊടുത്ത്. അപ്പൊ തന്നെ പത്രോസിന് പല താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു പ്രധാനിയാണെങ്കിൽ പല കാര്യങ്ങൾ തന്റെ ഭാവനയ്ക്കൊത്ത് ഒരു പക്ഷേ പത്രോസിന്റെ മനസ്സ് പോയി കാണും. അപ്പൊ തുടർന്ന് കർത്താവ് തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി താൻ ശരീരത്തിൽ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ക്രൂശ് മരണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ പത്രോസിന് അതൊട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. തന്റെ ഇഷ്ടം അതിന് പരിമിതമായിട്ടായിരുന്നു. ഇപ്പൊ കർത്താവ് കൂടെ ഇരിക്കുന്നു, ഞാനിവിടെ ഒരു പ്രധാന ആളാണ്, അപ്പോ തുടർന്ന് ഇങ്ങനെ പോയാൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ് എന്നുള്ളതായ ഒരു ചിന്തയിലാണ് പത്രോസ് പോകുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടായിരുന്നു കർത്താവ് തുടർന്നുള്ള കാര്യങ്ങളെ പറഞ്ഞു. അപ്പൊ കർത്താവ് പത്രോസ് തന്റെ ഇഷ്ടം അവിടെ വെളിപ്പെടുത്തി, കർത്താവെ നിനക്കൊരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അപ്പോൾ ആ ദൈവിക താല്പര്യങ്ങളിൽ നിന്ന് പത്രോസ് പെട്ടെന്ന് മാറി. നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ദൈവിക താല്പര്യങ്ങളിൽ നമ്മൾ ഉത്സാഹത്തോടെ നിൽക്കുമ്പോഴും അറിയാതെ നമ്മുടെ മനസ്സ് ദൈവിക താല്പര്യങ്ങളിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. പത്രോസ് അതിനെ നിഴലായിട്ട് നമ്മൾ കാണുന്നു. ആ നിലയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അനേക ശബ്ദത്തിന്റെ ഒരു നടുവിലാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. നമുക്കൊരു വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ
8-ാം വാക്യം. യോഹന്നാൻ 16:8. അവൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞൊരു കാര്യമാണ്. തൻ്റെ ദൗത്യം ഇവിടെ കഴിഞ്ഞ് താൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരും. ആ പരിശുദ്ധാത്മാവ് വന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് 3 കാര്യം ചെയ്യും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന കാര്യമാണ്, നമ്മൾ പാപത്തെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ഇവിടെ കേൾക്കുന്നത്. പാപത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയേണ്ടത്, നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടത് നമ്മളിൽ പാപബോധമാണ്. പാപത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുമെന്നാണ്. അപ്പൊ തന്നെ പിശാച് ഈ കൂട്ടത്തിൽ ചെയ്യുന്ന വേറൊരു ശബ്ദം ലോകത്തിൽ നമ്മളെ കേൾപ്പിക്കുക, അതിന്റെ പേര് കുറ്റബോധമെന്നാണ്. അപ്പൊ പാപബോധവും കുറ്റബോധവും എന്ന് പറയുന്ന കാര്യം കേട്ടാൽ ഒരുപോലെ തോന്നുമെങ്കിലും അത് രണ്ടും രണ്ട് അനുഭവം. ഒന്ന് ദൈവത്തിൽ നിന്നുള്ളതും ഒന്ന് പിശാചിൽ നിന്നുള്ളതുമായ ഒരു അനുഭവമാണ്. അപ്പോൾ ഇതിനെ തൻ്റെ ശിഷ്യന്മാർ വേർതിരിച്ച് മനസ്സിലാക്കണം. ഇടയന്റെ ശബ്ദം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അത് നമുക്ക് പാപബോധത്തെ നൽകും, അത് നമുക്ക് വലിയ അനുഗ്രഹം നൽകുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ അതേപടി നമ്മള് കർത്താവിന് നമ്മുടെ മനസ്സ് കർത്താവിൽ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു കുറ്റബോധമായിട്ട് നൽകും. അപ്പോഴിത് വളരെ അപകടകരമായ ഒരു അനുഭവമാണ് ആത്മീയ ജീവിതത്തിൽ. അപ്പോൾ ഈ കുറ്റബോധം ശത്രുവായ പിശാച് ഉണ്ടാക്കുന്നതാണെന്നുള്ളതായ നല്ല നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് ആവശ്യമാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മൾ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ അത് ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ മനസാക്ഷിയിൽ അതൊരു കുത്തലായിട്ടും ഒരു അസ്വസ്ഥതയായിട്ടും നമുക്ക് നൽകും. അത് നമുക്ക് വളരെ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. നമ്മുടെ മനസാക്ഷി നമ്മൾ ആ നിലയിൽ സൂക്ഷിക്കുന്നത്, അല്ലെ മനസാക്ഷി വളരെ സെൻസിറ്റീവ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ സ്പർശ്യതയുള്ളതായിരിക്കുന്നത്, ചെറിയൊരു ഒരു സ്പർശത പോലും നമുക്കതൊരു അസ്വസ്ഥത അനുഭവമാക്കുന്ന ഒരു മനസാക്ഷി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മനസാക്ഷിയിൽ ചെയ്യുന്നതായ ഒരു കാര്യമാണ്. അപ്പൊ ആ നിലയിൽ നമുക്കിത് പരിശുദ്ധാത്മാവ് തരുന്ന ആ സ്പർശ്യത നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെ ഒരു പാപബോധത്തിലേക്ക് നയിക്കണം, അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് നയിക്കണം. നമ്മൾ ആ വഴി തിരിയണം. ഇതിലൂടെ ആ ഒരു കുത്തല് നമ്മളെ തിരിക്കണം. അല്ലെങ്കിൽ അത് കുത്ത് കേട്ടിട്ട് നമ്മളങ്ങനെ നിർവികാരികളായിട്ട് പോവുകയല്ല, അവിടുന്ന് ഒരു തിരിവ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ തിരിഞ്ഞാൽ അത് നമ്മളെ പിന്നെയും ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നു എന്നുള്ളതായ ഒരു കാര്യം നമ്മൾ അതിലൂടെ മാർക്കണം. അതിൽ കൂടെ നമുക്ക് തുടർന്ന് ദൈവം തരുന്നത് ക്ഷമയും, കർത്താവ് നമുക്ക് ആ ക്ഷമ തരിക, ക്ഷമ തന്നിട്ട് നമ്മളെ പൂർവ്വസ്ഥിതിയിലാക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് നമ്മളെ വലിയ സമാധാനത്തിലേക്ക് നയിക്കും. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യമുള്ള കാര്യം. കർത്താവ് ആ സമാധാനത്തിൽ, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെ അല്ല. ആ ഒരു സമാധാനം നൽകുന്നത് ഈ നിലയിലാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എന്നാൽ പിശാച് ചെയ്യുന്ന കാര്യം, അവൻ കുറ്റബോധത്തെ നൽകി നമ്മളെക്കുറിച്ച് തന്നെ ഒരു പ്രത്യാശയില്ലാത്ത ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരിക. നമ്മൾ ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക്, നമ്മളെക്കുറിച്ച് തന്നെ ഒരു ആശയ്ക്ക് വകയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് പിശാച് അവിടെ ചെയ്യുന്നതായ ഒരു കാര്യം. അത് നമ്മളെ നിരാശയിലേക്കും അതുപോലെ ദൈവത്തിൽ നിന്ന് പടിപടിയായിട്ട് അല്ലെങ്കിൽ ക്രമേണ അകലുന്ന ഒരു അനുഭവത്തിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നു. അത് മാത്രമല്ല, നമ്മൾ ഒരു പ്രാവശ്യം ക്ഷമ പ്രാപിച്ചെങ്കിലും അതിനുശേഷവും പിന്നെയും നമ്മളിൽ സംശയം ഉളവാക്കി നമ്മളെ ആ ഒരു ക്ഷമയിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനത്തിലേക്ക് നടത്താതെ ഒരു കുറ്റബോധത്തിലേക്കും അസ്വസ്ഥതയിലേക്കും അതുവഴി ഭാരവും ഭയങ്ങളിലേക്കും ഒക്കെ നമ്മളെ നടത്തും. ആ നിലയിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെ, ദൈവത്തിൽ നിന്നുള്ളതായ നമുക്ക് തരുന്നതായ പാപബോധത്തെയും പിശാചിൽ നിന്ന് വരുന്നതായ കുറ്റബോധത്തെയും നമ്മൾ തിരിച്ച് അറിയണം. നമ്മൾ പ്രധാനമായിട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം, പത്രോസിനെയും യൂദായെയും സംബന്ധിച്ചുള്ള കാര്യം. രണ്ടുപേരും തെറ്റ് ചെയ്തു. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു, പ്രാഗി ആണയിട്ടു, വളരെ
താൻ എടുത്ത പ്രതിജ്ഞയൊക്കെ ലംഘിച്ച് പാപം ചെയ്തു. അതുപോലെ യൂദ തൻ്റെ ജീവിതത്തിലെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. അപ്പൊ ഈ 12 പേരിൽ ഈ 2 ശിഷ്യന്മാരും ചെയ്ത വലിയ കുറ്റകരമായ ഒരു കാര്യമാണ്. അതുപോലെ എന്നാൽ പത്രോസ് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് ദുഃഖവും ഉണ്ടായി. യൂദായും ദുഃഖിച്ചു. പിന്നെ കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ യൂദായിക്കും ദുഃഖം ഉണ്ടായി. പത്രോസിനും ഈ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെ കോഴി കൂഴി കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖിച്ച് കരയുകയൊക്കെ ചെയ്തു. രണ്ടുപേരും ദുഃഖിച്ചു. എന്നാൽ പത്രോസ് ആ ദുഃഖത്തിൽ തന്നെ ആ ഒരു ദുഃഖത്തിൽ തന്നെ വളരെ വിഷമത്തോട് തന്നെ തുടർന്നു. ആ കർത്താവ് അവന്റെ അടുക്കൽ വന്ന് അവനെ യഥാസ്ഥാനപ്പെടുത്തി എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലൊക്കെ പത്രോസിനെ വിളിച്ച് കർത്താവ് ചെയ്യുന്നതൊക്കെ കാണാം. എന്നാൽ യൂദ ദുഃഖിച്ചിട്ട് നേരെ ഒരു മനുഷ്യന്റെ അടുക്കലേക്കാണ് പോയത്, അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതന്റെ അടുക്കലേക്കാണ് പോയത്. താൻ തെറ്റ് ചെയ്ത കാര്യമൊക്കെ മഹാപുരോഹിതനോടാണ് പറയുന്നത്. ഇന്ന് നമുക്ക് ലോകത്തിൽ നമുക്കറിയാം 2 വിധത്തിൽ നമുക്ക് ഈ പാപബോധം വരുമ്പോൾ മനുഷ്യർ 2 കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ആ പാപബോധം വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ദുഃഖത്തോടെ ചെല്ലുന്നു. പത്രോസിനെ പോലെ അത് നമ്മളെ യഥാസ്ഥാനത്തിലേക്ക് നടത്തുന്നു. എന്നാൽ അതുപോലെ ഒരു വലിയ ജനാവലി പാപത്തിന്റെ ഒരു പരിഹാരമായിട്ട് മനുഷ്യ പുരോഹിതന്മാരുടെ അടുക്കൽ പോയി താൽക്കാലിക ആശ്വാസത്തിന് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ അവരുടെ ജീവിതത്തിൽ അതൊരു വ്യത്യാസത്തെയും കൊണ്ടുവരുന്നില്ല എന്നുള്ള കാര്യവും നമുക്ക് ഈ കേരളത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2 തരത്തിലുള്ള ദുഃഖവും ഉണ്ടെന്ന് ദൈവവചനം പറയുന്നു. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 10-ാം വാക്യത്തിൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അനുതാപം വരുന്ന മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കും. അപ്പോൾ ഈ പാപബോധം അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം തന്നിട്ടുണ്ടാകുന്ന ദുഃഖം നമ്മളെ മാനസാന്തരത്തിലേക്കും അത് രക്ഷയുടെ വളർച്ചയിലേക്കും നമ്മളെ കൊണ്ടുവരുന്നു. എന്നാൽ ലോകപ്രകാരമുള്ള ദുഃഖം, അത് യൂദായുടെ ദുഃഖം നമ്മളെ മരണത്തെ ഉളവാക്കും. അത് ആശ്ചര്യമായിട്ട് അത് അവരുടെ 2 പേരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമായതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ ദൈവഹിതപ്രകാരം ദുഃഖിക്കുന്നവർക്ക് അത് നമ്മുടെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുകയും അനുദപിക്കുകയും ചെയ്യുന്നത് അവരെ ആശ്വാസത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ നമ്മുടെ ദുഃഖം ഒരു ലോകപ്രകാരം ദുഃഖമാണെങ്കിൽ അത് ആ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ എതിരെ ഒരു അനുഭവം മരണത്തിലേക്കാണ് അത് നയിക്കുന്നത്. പലരും നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്കും യൂദായുടെ അനുഭവത്തിലേക്കും ഒക്കെ പോകുന്നതിന്റെ കാര്യം അവരുടെ ദുഃഖം യഥാർത്ഥ ഒരു അനുഭവത്തിലേക്ക് കർത്താവിലേക്ക് വരാത്തത് നിമിത്തമാണ്. എന്നുള്ളതായ കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിനെ കുറിച്ചുള്ള പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം യേശു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേരുവിടൽ. അപ്പോൾ ഈ പാപത്തിന്റെ ഒരു പരിഹാരം യേശു മാത്രമാണ്. യേശുവിന്റെ അടുക്കലേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം. കർത്താവിലേക്ക് നമ്മൾ നോക്കുക, കർത്താവിലേക്ക് നമ്മൾ തിരിയുക, അതാണ് നമ്മളെ ശാശ്വതമായ വഴിയിലേക്ക് നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ തന്നെ കുറ്റബോധം നേരെ എതിരായ ഒരു കാര്യമാണ് പറയുന്നത്. കാര്യം നിനക്ക് പ്രത്യാശയ്ക്ക് ഒരു വഴിയില്ല, നീ ഇപ്പം പല പ്രാവശ്യമായില്ലേ, നിന്നെ കൊണ്ട് ഇനി ഇത് ശരിയാകുകയില്ല, ഈ വഴി നിനക്ക് ഉള്ളതല്ല, നിന്നെ ഒരു കാരണവശാലും ഇങ്ങനെ ദൈവം സ്വീകരിക്കുകയില്ല എന്ന പിശാച് ഒരു കുറ്റബോധമായിട്ട് വേറൊരു ശബ്ദം കേൾപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഈ 2 കാര്യങ്ങളെയും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പാപബോധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. കുറ്റബോധം എന്നുള്ളത് നമ്മളെ നിരാശയിലേക്കും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റാനുള്ള സാത്താന്റെ ശബ്ദമാണ് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മള് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചവര്
നമ്മൾ ഒരിക്കലും ഒരു കുറ്റബോധത്തിൽ തുടരേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തുടർന്നും പാപത്തെക്കുറിച്ച് ക്ഷമിച്ചു തന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നുള്ളതല്ലാതെ അതിൽ നമ്മൾ ദുഃഖിച്ച് തുടരേണ്ട കാര്യമില്ല. അതാണ് ദൈവത്തിന്റെ വലിയ കൃപയിലും സ്വാതന്ത്ര്യത്തിലുമാണ് നമ്മൾ തുടർന്ന് ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദൈവം പാപബോധം തരുന്നത് തുടർന്ന് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് വളരെ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കാൻ. അപ്പോൾ നമ്മുടെ പാപങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മളോട് ക്ഷമിക്കുകയും നമ്മെ ഉടനടി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായ ഒരു വലിയ ഉറപ്പാണ് തിരുവെഴുത്ത് നമുക്ക് നൽകുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പോൾ മാത്രമല്ല, ദൈവം അങ്ങനെ ക്ഷമിച്ചിട്ട് ദൈവം നമ്മുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല എന്നുള്ളൊരു വാഗ്ദാനം കൂടെ തന്നിരിക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണ്, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനിയും ഓർക്കുകയില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ കർത്താവ് നമ്മളോട് പാപം ക്ഷമിക്കുന്നു, പാപബോധം വരുത്തുന്ന കർത്താവാണ്. പാപബോധം തന്ന കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. മാത്രമല്ല, അത് നമ്മൾ ഇന്ന് ഓർക്കാതെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ നിലയിൽ നമുക്കും തുടർന്നും പാപത്തെ കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ ഓർമ്മ നമ്മള് ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകേണ്ടത് നമ്മൾ മറ്റ് മനുഷ്യരുടെ ജീവിതത്തിലെ തെറ്റുകൾ കാണുമ്പോഴാണ്. കാര്യം അവരോട് നമ്മൾ കരുണയുള്ളവരാകാനായിട്ട് നമ്മളെപ്പോഴും നമ്മളോട് കർത്താവ് ക്ഷമിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മയുള്ളവരാകണം. അല്ലാത്ത ഒരു സാഹചര്യങ്ങളിലും നമുക്ക് ക്ഷമിച്ചു തന്ന പാപങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം അതിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രമല്ല, നമ്മൾ മനുഷ്യരോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയേണ്ട ഒരു ആവശ്യവും ദൈവത്തിന്റെ വചനം നമുക്ക് പറയുന്നില്ല. ആ നിലയിൽ മനുഷ്യരോടല്ല, നമ്മൾ ദൈവത്തോടാണ് നമ്മുടെ തെറ്റുകളെ പറയേണ്ടത്. കാര്യം നമ്മുടെ പാപങ്ങളെ മുഴുവൻ ശുദ്ധീകരിച്ചത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാണ്. ആ യേശു സ്വന്തം രക്തമൊഴുക്കിയാണ് നമ്മളെ ഈ പാപത്തിൽ നിന്ന് വിടുവിച്ചത്. അപ്പൊ നമ്മുടെ പാപങ്ങൾ നമ്മൾ ദൈവത്തോടാണ് ഏറ്റുപറയേണ്ടത്. അപ്പോ അത് മാത്രമല്ല, അത് നമ്മുടെ പാപങ്ങളെ അല്ലാതെ നമ്മൾ സാക്ഷ്യത്തിലൂടെയൊക്കെ നമ്മൾ പരസ്യമായിട്ട് പറയുമ്പോൾ അത് ദൈവത്തെ അല്ല, യേശുവിന്റെ രക്തത്തിന്റെ ഒരു പ്രാധാന്യമല്ല അവിടെ വരുന്നത്. സാത്താനെ പരോക്ഷമായിട്ട് നമ്മൾ ഉയർത്തുന്ന ഒരു അനുഭവം അതിലൂടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മളവിടെ കാണുന്നു. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഈ സത്യങ്ങളിൽ, കർത്താവ് നമുക്ക് ഉറപ്പു തന്ന സത്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉള്ളവരായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ വാക്കുകളിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ദൈവവചനം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു 75 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് കർത്താവ്. അത് ഇതാണ്, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുള്ള കാര്യം. ഈ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 50 തവണയും മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന് വ്യത്യസ്തമായ ഒരു വാക്കാണ് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷത്തിലും നമ്മൾ കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളെക്കുറിച്ച് കാണുന്നു. ഈ കാര്യങ്ങളെ നമ്മൾ നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയും. അല്ലാതെ നമ്മൾക്ക് നമ്മുടേതായ ഒരു വിശ്വാസം ഉണ്ടെന്നുള്ളതല്ല യഥാർത്ഥ വിശ്വാസം. യഥാർത്ഥ വിശ്വാസം കർത്താവ് സത്യമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞെന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ്. ആ കാര്യം നമ്മളെപ്പോഴും അപ്പോഴേ ദൈവം നമ്മളെ ആ നിലയിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സത്യമായിട്ട് പറഞ്ഞ് തന്നെ കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അവൻ നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു, അത് നമുക്ക് ക്ഷമിച്ചു തരുന്നു, അത് മറച്ചു തരുന്നു എന്നുള്ളതായ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനൊക്കെ നമുക്ക് അറിയാമെങ്കിലും
പിന്നെ നമ്മൾ ഈ കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ഈ കർത്താവ് നമുക്ക് തരുന്ന പാപക്ഷമയെക്കുറിച്ചും അത് മറന്നു കളയുന്നതിനൊക്കെ നമ്മൾ അറിയാതെ പിന്നെയും നമ്മൾ മറന്നിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അവിടെയും നമുക്ക് പത്രോസിനെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് എടുക്കുമ്പോൾ പത്രോസിന് 2-3 പ്രാവശ്യമായിട്ട് പത്രോസിനോട് ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് ദൈവം പത്രോസിനോടൊരു വലിയ ദർശനമൊക്കെ നൽകി തന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഈ കാര്യത്തെ കുറിച്ച് താൻ ഒരു നിശ്ചയം പ്രാപിച്ചു, ദൈവം ശുദ്ധീകരിച്ച കാര്യം. അപ്പൊ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തന്നെ മലിനമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ദൈവവചനപ്രകാരം നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മളെ തന്നെ മലിനമെന്ന് കാണുന്നത് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാത്തതും അവിടുത്തെ ബലിയേറിയ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണാത്തതുമായ ഒരു കാര്യമാണ്. ആ നിലയിൽ നമ്മൾ അതിനെ ഗൗരവമായിട്ട് കാണണം എന്ന് ദൈവം. അപ്പൊ തന്നെ പത്രോസിന് ഈ ദർശനം കണ്ടതും ഇത്ര ഉറപ്പായ പത്രോസിന് പിന്നെയും ഈ കാര്യത്തിൽ തെറ്റുപറ്റുന്നതായിട്ട് നമ്മൾ കാണും. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യത്തിൽ ഈ പത്രോസിന് വരുന്ന തെറ്റിനെ കുറിച്ച് ഈ പറയുന്ന നിശ്ചയമുള്ള പത്രോസ്, അല്ലെങ്കിൽ തന്നെ ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് എണ്ണരുതെന്ന് ഉറപ്പിച്ച് പറഞ്ഞ കാര്യം തൻ്റെ ജീവിതത്തിൽ പിന്നെയും അവിടെ തെറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ, അല്ലെങ്കിൽ പത്രോസ്, ജാതികളുടെ കൂടെ തിന്നുപോകും. അപ്പോഴ് നേരത്തെ ദൈവം വിശുദ്ധീകരിച്ച് തന്നെ മലിനമെന്ന് എണ്ണരുതെന്ന് കേട്ട പത്രോസ് ചില നാളുകൾ അങ്ങനെ തന്നെ തുടർന്നു. യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ താൻ തൻ്റെ പ്രായോഗിക ജീവിതത്തിലൊക്കെ പെരുമാറി. എന്നാൽ യാക്കോബിന്റെ അടുക്കൽ, അല്ലെങ്കിൽ യെരുശലേമിൽ നിന്ന് ഉള്ള യഹൂദ സഭയിൽ നിന്ന് ചിലര് പത്രോസിന്റെ അടുക്കൽ വരുന്നവരെ അതൊക്കെ ആ നിലയിൽ തുടർന്ന് പിന്നെ തൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട്, അല്ലെ യഹൂദന്മാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു. ശേഷം തൻ്റെ കൂടെയുള്ള യഹൂദന്മാരും അവനോടുകൂടെ ഈ തരത്തിൽ ഒരു വേറുകൃത്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന ഒരു തെറ്റ് അവരുടെ ജീവിതത്തിൽ വന്നു. അവിടെ തുടർന്ന് പറയാം, ബർണ്ണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകാൻ ഇടവന്നു എന്ന് നമ്മളവിടെ കാണുന്നു. അപ്പൊ ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് എണ്ണരുത്. നമ്മുടെ ജീവിതത്തിലും ദൈവം വിശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായാൽ, അല്ലെങ്കിൽ അത് കർത്താവ് മറന്നു കളഞ്ഞു എന്ന് നമുക്ക് ഉറപ്പാക്കി തന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളെ തന്നെ മലിനം നിന്ന് എണ്ണരുത്. അതിലും പത്രോസിന്റെ ജീവിതം നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു, കള്ളം പറഞ്ഞ് തള്ളിപ്പറഞ്ഞു, അസത്യം പറഞ്ഞ് ആണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കാര്യം അതേ പത്രോസ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഈ അനന്യാസിന്റെ സഫീറയുടെ ഒരു കാര്യം വന്നപ്പോൾ ഈ അസത്യത്തെ സംബന്ധിച്ച് പത്രോസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പത്രോസ് അനന്യാസിനോട് ചോദിച്ച കാര്യം, ഇത്രയ്ക്കോ സ്ഥലം വിറ്റതെന്ന്. തൻ്റെ ജീവിതത്തിലൊരു തനിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഈ അനന്യാസ് വ്യാജമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയപ്പോൾ പത്രോസ് ചോദിക്കുന്ന ചോദ്യമാണ്, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നല്ല പച്ചക്കള്ളം പറഞ്ഞ പത്രോസ് ഇവിടെ പറയാണ് ഇത്രയ്ക്കോ സ്ഥലം വിറ്റത് എന്ന് ചോദിക്കുമ്പോൾ അനന്യാസ് തൻ്റെ വ്യാജമൊക്കെ വെളിച്ചത്ത് വരികയും താൻ പ്രാണനെ വിടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ പുതിയ നിയമം എത്ര ഗൗരവമായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. പഴയ ഉടമ്പടിയിലാണെങ്കിൽ സാഹചര്യം അനുസരിച്ച് പലപ്പോഴും അല്ലെങ്കിൽ ലക്ഷ്യത്തെ മാർഗം ന്യായീകരിക്കുന്ന നിലയിൽ പല വ്യാജങ്ങളും നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയും പഴയ ഉടമ്പടിയിൽ. എന്നാൽ പുതിയ നിയമത്തിൽ ഈ സത്യത്തെ സംബന്ധിച്ച് സത്യത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ സത്യത്തെ എത്ര ഗൗരവമായിട്ട് നമ്മളിവിടെ കാണുന്നു എന്നുള്ള കാര്യം നമുക്കിതിലൂടെ കാണാനായിട്ട് കഴിയും. ആ നിലയിൽ ഇതിനെ നമുക്ക് കാണണം. ആ ഒരു ഗൗരവത്തോടെ നമ്മൾ കാണണം. ഈ സത്യസന്ധമായിട്ട് പുതിയ ഉടമ്പടിയിൽ നമുക്ക് കർത്താവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് കർത്താവിന്റെ മേശ. നമ്മൾ സത്യസന്ധരായിരിക്കുക
എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. നമ്മൾ അപ്പോൾ പുതിയ നിയമത്തിലെ വളരെ ഗൗരവമായ പാപങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാര്യം നമ്മൾ കപടതയാണ്, അസത്യം അല്ലെങ്കിൽ അഭിനയം, ഈ കാപട്യം, സത്യമല്ലാത്ത കാര്യം. ദൈവത്തിന്റെ മുമ്പാകെയും നമുക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. ദൈവത്തിന്റെ മുമ്പാകെ എല്ലാം നഗ്നവും മലർന്നമായിട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മളൊരു കാപട്യത്തോടെ ഒരിക്കലും ദൈവിക കാര്യങ്ങളിൽ ആയരുത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ ഒരു പാപം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ സത്യസന്ധയില്ലായ്മയാണ് അല്ലെങ്കിൽ കള്ളം പറയുക മുതലായതാണ് ദൈവം ഏറ്റവും ഗൗരവമായി കാണുന്ന പാപം. ദൈവം മുമ്പാകെ അത് തമ്മിലും നമ്മൾ സത്യസന്ധരാകുക എന്നുള്ള കാര്യം. അതുപോലെ അഹങ്കാരം, നിഗളം അല്ലെങ്കിൽ താഴ്മയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം ഗൗരവമായിട്ട് കാണുന്നതായ മറ്റൊരു പാപം. കാര്യം കർത്താവ് സൗമ്യതയും താഴ്മയുള്ളവനാണ്. കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അതിനെതിരായ അഹങ്കാരവും നിഗളവും എന്നുള്ള കാര്യം. അതുപോലെ സ്വാർത്ഥത, കർത്താവ് സ്വാർത്ഥത ഒട്ടുമില്ലാത്ത ഒരു ജീവിതത്തിന്റെ അടയാളമാണ്. കർത്താവ് സ്വന്തം ജീവനെ നമുക്ക് തന്ന് നമ്മളെ സ്നേഹിച്ചത് ആണ് കർത്താവിന്റെ നിസ്വാർത്ഥത വെളിപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള കരുതലില്ലായ്മ, അതുപോലെ മറ്റുള്ളവരെ നമ്മൾ തുച്ഛീകരിക്കുക, നിന്ദിക്കുക, ഈ കാര്യങ്ങളൊക്കെ ദൈവം മുമ്പാകെ വളരെ ഗൗരവമേറിയ പാപങ്ങളായിട്ട് ദൈവം കാണും. അതുപോലെ വെറുപ്പിന്റെ അതുപോലെ ബൈ പ്രോഡക്ട്സ് ആണ് കോപം, അസൂയ, കയ്പ് ഒക്കെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നതായ കാര്യങ്ങൾ. അപ്പൊ ആ നിലയിൽ ഈ പാപങ്ങളെ, അതുപോലെ വളരെ സീരിയസ് ആയ മറ്റൊരു പാപമാണ് അവിശ്വാസം. നമുക്ക് അത്ര ഗൗരവമായിട്ട് തോന്നാത്ത ഒരു പാപമാണ് അവിശ്വാസം. കാര്യം കർത്താവ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ സംശയം തോന്നുന്നതൊക്കെയാണ് ഈ അവിശ്വാസം എന്ന് പറയുന്ന പാപം. ആ നിലയിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകണം. കാര്യം ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ് വളരെ കാതലായ കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്. അത് നമ്മൾ ഗൗരവമായിട്ട് വിശ്വസിക്കാതിരിക്കുന്നതാണ് അവിശ്വാസമാകുന്ന പാപം. വീണ്ടും ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല, അല്ലെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, അല്ലെങ്കിൽ എൻ്റെ വചനം കേട്ട് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യാത്തവന്, അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ ആ ഒരു കൂട്ടായ്മ അനുഭവിക്കാത്തവന് ഉള്ളിൽ ജീവനില്ല. ഇതൊക്കെ ആമീൻ ആമീൻ അപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ അതിനെ കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച ആത്മാവിൽ നമ്മൾ കർത്തൃമേശയെക്കുറിച്ചൊക്കെ അത് കേട്ടല്ലോ, ആ നിലയിൽ നമ്മൾ അതിനെ കാണുകയും വിശ്വസിക്കുകയും അത് ആ ഒരു ഗൗരവത്തോടെ അതിനെ കാണുകയും ചെയ്യണം എന്ന് ദൈവം ഇവിടെ കാണുന്നു. അതുപോലെ എൻ്റെ ഈ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരണം കാണുകയില്ല, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. ഇതൊക്കെ ആമീൻ ആമീൻ അടിവരയിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അത് വേണമെങ്കിൽ ലോകം നോക്കുമ്പോൾ അതിനെ അന്ധവിശ്വാസം എന്ന് വിളിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല. കാര്യം നമ്മൾ യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളെ നമ്മൾ വിശ്വസിക്കുന്നു. അതായിരിക്കണം നമ്മുടെ ഒരു നിർവ്യാജമായ വിശ്വാസം. അതിനെ ലോകം അന്ധവിശ്വാസം എന്ന് വിളിച്ചാലോ ഏത് വിളിച്ചാലും നമുക്കതൊരു പ്രശ്നമാകാതെ നമ്മൾ ആ നിലയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാകണം. അല്ലാത്ത അവിശ്വാസങ്ങളൊക്കെ ദൈവം മുമ്പാകെ വളരെ ഗൗരവമായ പാപങ്ങളായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്നത് എങ്ങനെ എന്ന് കർത്താവ് വിശദീകരിച്ചിട്ടുണ്ട്. തന്റെ ശിഷ്യന്മാരെ ആ നിലയിലൊരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് കർത്താവ് വിവരിച്ചിട്ടുണ്ട്. യോഹന്നാൻ 17:17 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 17:17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോഴ് കർത്താവ് തന്നിരിക്കുന്ന നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ച് തന്നിരിക്കുന്നതായ വചനം ാലാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോഴ് കർത്താവ് പറഞ്ഞു, ഇത് ലോകം എല്ലാവരും ഒന്നും കേൾക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, സത്യതൽപരരായവരൊക്കെ ഇത്
കേൾക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ സത്യത്തോട് സ്നേഹമുള്ളവരും സത്യത്തെ താല്പര്യപ്പെടുന്നവരും മാത്രമേ ഇത് കേൾക്കുകയുള്ളെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പീലാത്തോസിന്റെ മുമ്പിൽ കർത്താവ് ആ നല്ല സാക്ഷ്യം വഹിക്കുമ്പോൾ പീലാത്തോസിനോട് തന്നെ ഈ കാര്യം കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 37-ഉം 38-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ 18-ന്റെ 37-ഉം 38-ഉം. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരരായവർ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് പറയാണ്, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലയിൽ കർത്താവ് പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് ഞാൻ വന്നത്. മാത്രമല്ല ഇതെല്ലാവരും കേൾക്കുകയില്ല, സത്യതൽപരരായവർ മാത്രമേ ഇത് കേൾക്കുകയുള്ളെന്നും കർത്താവ് പറഞ്ഞു. അപ്പോഴാ നിലയിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ സത്യമായിട്ട് നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തൊക്കെ പാപമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുക. അതുപോലെ നമ്മൾ സത്യതൽപരരായിരിക്കുക, സത്യത്തെ സ്നേഹിക്കുന്നവരാകുക. പഴയ നിയമത്തിൽ കർത്താവ് ഈ സത്യത്തെ വളരെ പഴയ ഉടമ്പടിയിൽ ദൈവവചനം ഇച്ചിരി ലഘൂകരിച്ചാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അത് കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 33-ഉം 34-ഉം വാക്യങ്ങൾ അവിടെ പറയുന്നത്, കള്ളസത്യം ചെയ്യരുതെന്ന് സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവികന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോഴ് അപ്പൊ നമ്മളിപ്പം പല നിയമങ്ങളും അല്ലെങ്കിൽ ഇന്ന് ലോകത്തിലെ പല ഭരണഘടനകളും പോലും എഴുതപ്പെട്ടിരിക്കുന്നത് ആ ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ന് മന്ത്രിമാര് ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവര് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്ന അശേഷം സത്യം ചെയ്യരുത്. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പോഴാ നിലയിൽ നമ്മൾ സത്യത്തെ കാണണം എന്ന് കർത്താവിന്റെ ആ ഒരു നിലവാരത്തിൽ നമ്മൾ സത്യത്തെ കാണണം എന്നാണ് ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തില് ഈ സത്യത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ പുതിയ നിയമത്തിൽ പലപ്പോഴും നമ്മുടെ ജഡത്തിന് ഒരു നിഴലായിട്ടുള്ള ഒരു കാര്യമാണ്. ജഡത്തിലുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളോട് നമുക്ക് അതിനുള്ള ബന്ധത്തിൽ വായിക്കാം. അവിടെ 15-ാം അധ്യായം പറയുന്നത്, ദൈവം ശമൂവേൽ മുഖാന്തരം ശൗലിനോട് അരുളി ചെയ്ത കാര്യമാണ്. അതായത് അമാലേക്കിനെ ഭൂമിയിൽ നിന്ന് നിഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ 1 ശമൂവേൽ 15-ാം അധ്യായം പറയുന്നത്. അപ്പൊ ഈ അമാലേക്കരെ നിഗ്രഹിക്കണം എന്ന് പറയുന്നതിന് ദൈവത്തിൻ്റെതായ ഒരു കാരണമാണ്. ആ കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന്, അതും ഈ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ഈ അമാലേക്കർ ഒരു ചതിവായിട്ടൊരു ആക്രമണം നടത്തി, അല്ലെങ്കിൽ പുറകിൽ കൂടെ വന്ന് ബലഹീനരായവരെ ഒക്കെ എളിയ സഹോദരങ്ങളെയൊക്കെ അറ്റാക്ക് ചെയ്തു. അത് ദൈവം തന്റെ ഹൃദയത്തിൽ കുറിച്ചു വെച്ചു. അത് പിന്നീട് അവർ കനാൻ ദേശത്ത് വന്ന് അവിടെയുള്ള ജാതികളെയൊക്കെ അടക്കി ഇസ്രായേൽ രാജ്യം സ്ഥാപിതമാക്കി അവർക്ക് രാജാവിനെ നൽകി. ആദ്യത്തെ രാജാവിന് നൽകിയപ്പോൾ ആദ്യത്തെ രാജാവിന് ദൈവം കൊടുത്ത ഒരു കൽപ്പനയാണ് അമാലേക്കരെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതായ ഒരു കാര്യം. അപ്പോൾ പഴയ നിയമത്തിൽ അത് വളരെ വളരെ ഗൗരവമായിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതനുസരിച്ച് ശൗല് യുദ്ധം ചെയ്തു, അമാലേക്കരെ മുഴുവൻ കീഴടക്കി. അവിടെ രാജാവായ ആഗാഗിനെയൊക്കെ ജീവനോടെ പിടിച്ചു. ഇന്ന് നമ്മൾ അറിയാം, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവിടെ വെനീസുലയിൽ ചെന്ന് അവിടുത്തെ രാഷ്ട്ര തലവനെയൊക്കെ ജീവനോടെ പിടിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ വളരെ വിജയകരമായ ഒരു യുദ്ധം ശൗല് ചെയ്ത് ഈ അമാലേക്കിനെ മുഴുവൻ കീഴടക്കി അവിടുത്തെ രാജാവിനെ ജീവനോടെ പിടിച്ചു. ഈ കാര്യങ്ങളൊക്കെ ശൗല് വളരെ വിദഗ്ധമായിട്ട് ചെയ്തു. പക്ഷെ അവിടെ ഒരു കാര്യം ശൗല്, അപ്പോൾ ഈ മൃഗങ്ങളെ ഒന്നും ജീവനോടെ വെക്കരുത്,
ഒന്നിനെ ശേഷിപ്പിക്കരുത് എന്ന് പറഞ്ഞാണ് കർത്താവ് പ്രത്യേകം യുദ്ധത്തിന് അയച്ചത്. എന്നാൽ ശൗൽ അവിടെ നല്ല അമാലേക്കിലുള്ള നല്ല കാളകള്, നല്ല ആടുകളെ ഒക്കെ അവിടെ ശേഷിപ്പിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നു. അപ്പൊ ദൈവത്തിന്റെ കാര്യം ഇതൊക്കെ ആണെങ്കിലും നോക്കിയപ്പം, കാളയെ നോക്കിയപ്പം അതിനെ അങ്ങോട്ട് കൊല്ലാൻ തോന്നിയില്ല. ആടിനെ നോക്കിയപ്പോൾ നല്ല ഇസ്രായേലിലുള്ള ആടിനേക്കാളും കാളേക്കാളും ഒക്കെ നല്ല ആടും കാളയും ഒക്കെയാണ്. അതിനെ വെറുതെ അങ്ങനെ നശിപ്പിച്ച് കളയണ്ട. നമുക്ക് ജനവും അതിനോട് അനുകൂലമായ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു. നമുക്ക് ദൈവത്തിന് തന്നെ യാഗം ഉഴപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം നല്ല ഊനമില്ലാത്ത കാളകളെയും ആടുകളെയും ഒക്കെ നമുക്ക് ശേഷിപ്പിക്കാവുന്ന അവരൊരു കൂട്ടായ്മയിൽ അല്ലെ കൂട്ടം ചേർത്ത് അവരങ്ങനെ തീരുമാനിച്ചു, അതങ്ങനെ വെച്ചു. പക്ഷെ ശമൂവേൽ ആദ്യം വന്നപ്പോ ശമൂവേൽ കേൾക്കുന്ന കാര്യം ഇവിടെ നമ്മൾ 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അതിന് ശമൂവേൽ, എന്റെ ചെവിയിൽ എത്തുന്ന ഈ ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്താ എന്ന് ചോദിച്ചു. അപ്പോഴ് ശൗല് ഉള്ള സത്യമൊക്കെ പറയുക, ഞാനിങ്ങനെ ഞങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഇത് ഞാൻ ദൈവത്തെ ഓർത്തും ജനവും എല്ലാം കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, നമുക്കിത് യാഗം അർപ്പിക്കാനൊക്കെ നമുക്ക് ശേഷിപ്പിക്കാം എന്നുള്ള ഒരു കാര്യം ഇവിടെ ശമൂവേലിനോട് ഏറ്റു പറയുകയാണ്. അവിടെ നമ്മൾ ആ 24-ാം വാക്യത്തിലൊക്കെ അത് വായിക്കുന്നുണ്ട്. ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. കുറ്റമൊക്കെ അവിടെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ ശൗലിന്റെ മാനസാന്തരം യഥാർത്ഥമല്ലെന്നുള്ളത് അതിന്റെ 25-ാം വാക്യം പറയുന്നുണ്ട്. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോ ശമൂവേൽ നോ പറഞ്ഞു. അപ്പോ ശൗല് പിന്നെയും അതിന്റെ 27-ാം വാക്യത്തിൽ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ച് വലിച്ചത് കീറിപ്പോയി എന്നൊക്കെ നമ്മളവിടെ കാണുന്നു. അപ്പോഴേ അതിന്റെ 30-ാം വാക്യത്തിൽ ശൗല് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ജനത്തിന്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്ന ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോഴേ ശൗല് ക്ഷമ ചോദിക്കുന്നതും മനം തിരിയുന്നതും ഒക്കെ ഒറ്റ ഉദ്ദേശത്തിലാണ്. താനിപ്പോൾ ഒരു രാജാവാണ്, താനൊരു ലോകത്തിന്റെ മുമ്പിൽ ഒരു നിലവാരത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ശ്രേഷ്ഠമായ പദവി നിൽക്കുകയാണ്. അപ്പൊ ജനത്തിന്റെ മുമ്പിൽ താൻ എന്തോ ആകരുത്, ഒന്ന് പബ്ലിക് ആകരുത്. അപ്പൊ അതിനു വേണ്ടിയാണ് താൻ ഈ കാര്യങ്ങളൊക്കെ ക്ഷമ ചോദിക്കുന്നതും ഏറ്റു പറയുന്നത്. അപ്പൊ നമ്മള് ഹൃദയപൂർവ്വമുള്ള ഒരു മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ കേട്ടതുപോലെ പത്രോസ് മാറി എന്ന് പോയിരുന്ന് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിനകത്ത് വേറൊരു ഉദ്ദേശവും ഇല്ല. ഒരു ഉദ്ദേശമില്ലാതെ ദുഃഖിക്കുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥ മാനസാന്തരം. അപ്പൊ ശൗലിന്റെ മാനസാന്തരം ജനത്തിന്റെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ അതുപോലെ തന്നെ ശൗല് ചിന്തിച്ച കാര്യം, ഇത് നമ്മുടെ ജഡവുമായിട്ട് വളരെ ബന്ധപ്പെട്ടു. നമ്മൾ ഇന്നലെ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ജഡത്തിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ ജഡത്തിലുള്ളതായ കാപട്യങ്ങളും ജഡത്തിലുള്ള തിന്മകളെ കുറിച്ചും ഒക്കെ, അതുമൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന മൂടുപടങ്ങളെക്കുറിച്ചും, നമ്മൾ മൂടുപടങ്ങളെ നീക്കി നമ്മൾ കർത്താവ് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിഭയായി രൂപാന്തരപ്പെടുന്ന അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ഇന്നലെ കേട്ടുകൊണ്ടിരുന്നു. അപ്പൊ ഇത് ഈ അമാലേക്ക് എന്ന് പറയുന്നത് വളരെ ജഡവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലും ഈ ജഡം വളരെ കാപട്യമുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രത്യക്ഷമായ ഒരു മാനസാന്തരത്തിൽ വരുമ്പോൾ നമ്മൾ പുകവലി, മദ്യപാനം, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയുള്ള സിനിമാ കാഴ്ച, ഇതൊക്കെ നമ്മൾ വിട്ടു കളഞ്ഞെങ്കിലും അതൊക്കെ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ആടുമാടുകളായിട്ട് നമുക്ക് ഇതിനെയൊക്കെ കാണാൻ കഴിയും. അല്ലെങ്കിൽ എന്നാൽ സെക്കൻഡ് ഗ്രേഡ് കാളകളും ആടുകളുമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ കാണാം. എന്നാൽ ഫസ്റ്റ് ഗ്രേഡിൽപ്പെട്ട പല ആടുകളെയും കാളകളെയും പലപ്പോഴും ശേഷിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ജഡത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോഴേ ഇതിലുള്ള യഥാർത്ഥത്തിൽ ദൈവം കേൾക്കുന്നത് ഈ നമ്മുടെ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന ഇത്തരം കാളകളുടെ അപശബ്ദങ്ങളാണ്. കാളയുടെ മുക്കറയും ഇതുമൊക്കെയാണ് പലപ്പോഴും ദൈവം നമ്മളെ നോക്കുമ്പോൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നിനെയും ശേഷിപ്പിക്കരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ
കർത്താവ് ആദ്യം കാണുന്നത് കേൾക്കുന്നത് നമ്മളിലുള്ള ഇത്തരം അപശബ്ദങ്ങളെയാണ്. അപ്പോ നമുക്ക് നോക്കുമ്പോൾ നമ്മളിൽ കുഴപ്പമില്ലാത്ത പല കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് ഒരു കഷ്ടം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഒരു സന്തോഷം, അതൊരു ആടാണ്, ഒരു കാളയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു കാളയാണ്. അതുപോലെ നമ്മൾ പലപ്പോഴും നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പല വലിയ നല്ല കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾക്ക് വളരെ പ്രയോജനകരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, ഞാൻ ഏതാണ്ട് വൻ കാര്യങ്ങളെ ചെയ്തു എന്നുണ്ടാകുന്നതായ സംതൃപ്തി, അതൊരു ജഡത്തിലെ വേറൊരു അമാലേക്കിന്റെ ഒരു ആടാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ഉള്ളിലെ കയ്പും പകയും ഒക്കെ മറച്ചു വെച്ച് പുറമേ കാണിക്കുന്ന സ്നേഹം, അതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടണം, ശൗല് ആഗ്രഹിച്ചതുപോലെ നമ്മൾ ബഹുമാനിക്കപ്പെടണം എന്നുള്ളതായ ഹൃദയവാഞ്ച. അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുമ്പോൾ യൂദ മുറിപ്പെട്ടതുപോലെ മുറിപ്പെടുന്ന സ്വഭാവം, അതുപോലെ നമ്മൾ പ്രിയപ്പെട്ടതായിട്ട് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നതായ രഹസ്യ പാപങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ കൊല്ലാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തില് ഈ ശൗല് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് തുല്യമാണ്. നമ്മളിന്ന് പ്രാരംഭമായിട്ട് മനപാഠ വാക്യങ്ങൾ വായിച്ചപ്പോൾ ബ്രദർ ഓർപ്പിച്ചു, ക്രിസ്തയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഈ ജഡത്തിലെ സകല കാര്യമുണ്ട്, അതിലെ ഒന്നും നമുക്ക് ശേഷിപ്പിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമുക്കിന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കാര്യത്തെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ പാപബോധത്തെയും കുറ്റബോധത്തെയും എങ്ങനെയാണ് നമ്മൾ കരുതുന്നത്, അതുപോലെ ദൈവശബ്ദത്തെയും സാത്താന്റെ ശബ്ദത്തെയും നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് വേണ്ട വ്യക്തത വേണം. അതുപോലെ ജഡത്തിൽ നിന്ന് ഉയരുന്നതായ നമ്മുടെ ജഡത്തിൽ ഇനിയും ശേഷിക്കുന്ന അമാലേക്കിന്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ജഡത്തിൽ ഇനിയും കൊല്ലാൻ കഴിയാതെ അല്ലെ ശേഷിപ്പിച്ചിരിക്കുന്നതായ അല്ലെ വെച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളെ, അത് നമുക്ക് ആ ഒരു ശബ്ദം, ആ ശബ്ദവും അതുപോലെ ആത്മാവിന്റെ ശബ്ദം നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയിട്ട് നമ്മൾ ദുഃഖിച്ച് അതിനെക്കുറിച്ച് കരഞ്ഞ് അതിൽ അനുദപിച്ച് അതിൽ നിന്ന് തിരിഞ്ഞ് മാറുന്ന അനുഭവം, ആ ഒരു അനുഭവത്തെ നമുക്ക് ഈ രണ്ട് വഴി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് ദൈവവചനം പറയുന്നു. ആത്മാവിനാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന് ദൈവവചനം നമുക്ക് വ്യക്തമായ ഉറപ്പ് തരുന്നു. ആ ഒരു ജീവന്റെയും മരണത്തിന്റെയും വഴി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ആ ജീവന്റെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അത് ഇടുക്കവും ഞെരുക്കമുള്ളതാണെങ്കിലും അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെങ്കിലും നമുക്ക് ആ പാതയിൽ മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമുക്ക് ആ നിലയിൽ ഉപകാരമായി വരട്ടെ. ദൈവവചനത്തിന് മുമ്പാകെ ഞാനും എന്നെ അതിനായി താഴ്ത്തും.